എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് അല്ലെങ്കിൽ രാസഗതിയുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു 3 ഘടകങ്ങൾ പഠിച്ചായിരുന്നു. എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? കോൺസെൻട്രേഷൻ, ഗാഢത അല്ലെ, അഭികാരങ്ങളുടെ ഗാഢത, അതുപോലെ അഭികാരങ്ങളുടെ നേച്ചർ, സ്വഭാവം, അതുപോലെ തന്നെ അഭികാരങ്ങളുടെ സർഫസ് ഏരിയ, പ്രതല പരപ്പളവും. അപ്പം ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോവുകയാണ് ഈ രാസപ്രവർത്തനത്തിന്റെ വേഗത അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്, നാലാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത്. നോക്കാം എന്താണ്. നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിലേക്ക് 2 ml അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ 2 ml സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ, അതായത് അമോണിയം ക്ലോറൈഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്, ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്, ഒരു ഗ്യാസ് അവിടെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതാ നമുക്ക് ഇക്വേഷൻ കണ്ടോ, അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ആണ്. അത് റിയാക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്, വാട്ടർ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ NH3 എന്ന് പറഞ്ഞാൽ എന്താണ്, അമോണിയ ആണ് കേട്ടോ. NH3 എന്താണ്, അമോണിയ ആണ് കേട്ടോ. അമോണിയ അവിടെ ഇവോൾവ് ചെയ്യുന്നത്, അമോണിയ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മൾ വായുഭാഗത്തേക്ക് വെച്ച് നോക്കുകയാണെന്ന് കണ്ടല്ലോ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് നമ്മുടെ മൂക്കിലേക്ക് വരുന്ന വായു ഇങ്ങനെ വരുന്ന രീതിയിൽ ഒന്ന് കൈ വീശുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇനി ഈ ടെസ്റ്റ് ട്യൂബിനെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്യുവാണ്. ഈ ടെസ്റ്റ് ട്യൂബിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും അമോണിയയുടെ ആ ഒരു ഗന്ധം ശരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, സോഡിയം ക്ലോറൈഡും ജലവും അതുപോലെ അമോണിയ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് ഹീറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ രൂക്ഷഗന്ധം, അമോണിയയുടെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചന്റ് സ്മെല്ലൊക്കെയാണ് കേട്ടോ. അതായത് രൂക്ഷഗന്ധം എന്നൊക്കെ പറയുന്നുണ്ട്. പഞ്ചന്റ് സ്മെല്ല് എന്നാണ് പറയുന്നത്, രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ്. അപ്പൊ ആ ഒരു സ്മെല്ല് അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് ചെയ്യുമ്പോൾ, ഹീറ്റ് ചെയ്യുമ്പോൾ, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ. അപ്പം ടെമ്പറേച്ചർ, അതായത് താപനില അവിടെ കൂട്ടിക്കഴിയുമ്പോൾ, ചൂടാക്കി കഴിയുമ്പോൾ എന്താണ്, ടെമ്പറേച്ചർ അല്ലെ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ എന്താണ്, രാസപ്രവർത്തനത്തിന്റെ വേഗത അവിടെ വർദ്ധിച്ചു അല്ലെ, പെട്ടെന്ന് അവിടെ വേഗത വർദ്ധിച്ചു. അതായത് ആ അമോണിയയുടെ രൂക്ഷഗന്ധം നമുക്ക് പെട്ടെന്ന് അനുഭവപ്പെടാൻ തുടങ്ങി. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ആ ടെസ്റ്റ് ട്യൂബ് ഹീറ്റ് ചെയ്തിട്ട് സ്മെല്ല് പിന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോഴാണ് നമുക്ക് ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അമോണിയയുടെ പഞ്ചൻ സ്മെൽ അല്ലെങ്കിൽ രൂക്ഷഗന്ധം എന്ന് പറയുന്നത്. പഞ്ചൻ സ്മെൽ ഉദ്ദേശിക്കുന്നത് രൂക്ഷഗന്ധം എന്നാണ് കേട്ടോ. ഒരു രൂക്ഷമായിട്ടുള്ള ഗന്ധം അല്ലെ, രൂക്ഷഗന്ധം നമുക്ക് അനുഭവപ്പെടും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ ആദ്യമേ ഒഴിച്ചപ്പോൾ ചെറിയ രീതിയിൽ അവിടെ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ ഹീറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ ഗന്ധം നല്ലതുപോലെ അനുഭവപ്പെട്ടത്. അതിന് കാരണം എന്താണ്, ചൂടാക്കിയപ്പോൾ രാസപ്രവർത്തനത്തിന്റെ വേഗം വർദ്ധിച്ചു ഇല്ലേ. വേഗം വർദ്ധിക്കാൻ കാരണം എന്താണ്, താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ ഉണ്ടായ വർധനവ്, ടെമ്പറേച്ചർ അവിടെ കൂടിയത് മൂലമാണ്. മനസ്സിലായല്ലോ? അപ്പം ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരങ്ങൾ നമുക്കിതാണല്ലോ, അതായത് റിയാക്റ്റൻസ്, അതെന്തായിട്ട് ഉൽപ്പന്നമായിട്ട് മാറുന്നുണ്ട് അല്ലെ. ഉൽപ്പന്നമായിട്ട് മാറണമെങ്കിൽ എന്താണ്, ഈ അഭികാരങ്ങൾക്ക്, അതായത് ഈ റിയാക്റ്റൻസിന് ഒരു പർട്ടിക്കുലർ ഉള്ള ഒരു എനർജി ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, കൂട്ടിമുട്ടലുകൾ നടക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ എനർജി ആവശ്യമാണ്. അതായത് കൈനറ്റിക് എനർജി, മൂവ് ചെയ്യുമല്ല. അപ്പൊ അതിനൊരു കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം എന്ന് പറയും കേട്ടോ. കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം എന്ന് പറയും. അങ്ങനെ ഗതികോർജം ആവശ്യമാണ് ഈ അഭികാര തന്മാത്രകൾക്ക്. അപ്പൊ അങ്ങനെ ഒരു മിനിമം എനർജി ആവശ്യമായിട്ടുള്ള, അപ്പൊ ആ മിനിമം എനർജീനെ നമ്മളൊരു പേര് പറയും, ത്രെഷോൾഡ് എനർജി എന്ന് പറയും കേട്ടോ. ത്രെഷോൾഡ് എനർജി. മനസ്സിലായാലോ? എന്താണ് ഇവിടെ പറഞ്ഞത്? എന്താണ് അപ്പൊ ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ, രാസപ്രവർത്തനത്തിൽ അല്ലെ, രാസപ്രവർത്തനത്തിൽ അഭികാരങ്ങൾ അവിടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റുകളായിട്ട് മാറണമെങ്കിൽ ഈ അഭികാരങ്ങൾക്ക് എന്താണ്, ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ടായിരിക്കണം, ഒരു പർട്ടിക്കുലർ ഗതികോർജം ഉണ്ടായിരിക്കണം. അതിനിപ്പം പ്രൊഡക്റ്റായി മാറാൻ വേണ്ടിയുള്ള അതിൻ്റെ എനർജീനെ, ഒരു മിനിമം എനർജി ഉണ്ടായിരിക്കണം. ആ എനർജീനെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഊർജ്ജത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. മനസ്സിലായല്ലോ? അപ്പൊ ഈ അഭികാരങ്ങൾ ഉണ്ടല്ലോ, ഈ അഭികാരങ്ങളെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അഭികാരങ്ങളെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിന്റെ എനർജി കൂടും, അതായത് കൈനറ്റിക് എനർജി കൂടും. ചൂടാക്കുമ്പോൾ, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ, അതായത് കൈനറ്റിക് എനർജി, ടെമ്പറേച്ചർ എങ്ങനെയാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി, അതായത് ഗതികോർജം അവിടെ കൂടും. മനസ്സിലായല്ലേ? അപ്പം ഗതികോർജം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ത്രെഷോൾഡ് എനർജി അവിടെ എന്താണ്, കൂടുവാണ് ചെയ്യുന്നത്. ത്രെഷോൾഡ് എനർജി കൂടാന്ന് പറയുമ്പോൾ എന്താണ്, ത്രെഷോൾഡ് എനർജി കിട്ടിയ കണികളുണ്ടല്ലോ, ഈ റിയാക്റ്റൻസിലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അഭികാര കണികളുണ്ടല്ലോ, അതിന്റെ എണ്ണം അവിടെ കൂടുവാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് കൊളീഷൻ അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതിന്റെ എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറഞ്ഞില്ലേ, ഫലവത്തായിട്ടുള്ള കൊളീഷൻ എന്ന് പറഞ്ഞില്ലേ, അതവിടെ കൂടും. അപ്പൊ രാസപ്രവർത്തനം വേഗത്തിലാവുകയാണ് ചെയ്യുന്നത്.
അപ്പൊ ഞാൻ നോക്കാം. The pungent smell of ammonia is obtained. കേട്ടോ, pungent smell ആണ് അമോണിയ കേട്ടോ, is obtained when the test tube is heated. That is, increase in the rate of reaction is due to the increase in temperature. ചൂടാക്കിയപ്പോഴാണ് അമോണിയയുടെ രൂക്ഷഗന്ധം ലഭിച്ചു കേട്ടോ. ചൂടാക്കിയപ്പോൾ എന്നാണ് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ. ചൂടാക്കിയപ്പോഴാണ് അമോണിയയുടെ രൂക്ഷഗന്ധം ലഭിച്ചത്. അതായത് പ്രവർത്തന വേഗം വർദ്ധിക്കാൻ കാരണം എന്താണ്? താപനിലയിൽ ഉണ്ടായ വർധനവാണ്. ഇനി റിയാക്ടൻസ് അണ്ടർഗോയിങ് എ കെമിക്കൽ റിയാക്ഷൻ റിക്വയർസ് എ സർട്ടൺ എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി ടു ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ട്സ്. ദിസ് എനർജി ഈസ് കോൾഡ് ത്രെഷോൾഡ് എനർജി. മനസ്സിലായ പറഞ്ഞത്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരകങ്ങൾ ഉൽപ്പന്നമായിട്ട് മാറണം. ഇല്ല, ഇതാണ് അഭികാരങ്ങൾ. ഈ അഭികാരങ്ങൾ എന്തായിട്ട് മാറണം? ഉൽപ്പന്നങ്ങളായിട്ട് മാറണം. അപ്പൊ എന്താണ്? ഈ അഭികാരകണികൾക്ക് ഒരു നിശ്ചിത അളവിലുള്ള ഗതികോർജം, അതായത് കൈനറ്റിക് എനർജി ആവശ്യമാണ്. ആ നിശ്ചിത അളവിലുള്ള കൈനറ്റിക് എനർജിനെ നമ്മൾ എന്ത് പറയും? ത്രെഷോൾഡ് എനർജി എന്ന് പറയും. മനസ്സിലായല്ലോ? ഇനി when the reactants are heated, the kinetic energy of the particles increases. That is, as the temperature increases, the number of particles that attain the threshold energy increases, and as a result, the number of effective collisions increases, leading to an increase in the rate of reaction. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ. അതായത് അഭികാരങ്ങളെ നോക്കുക, അഭികാരങ്ങളെ ചൂടാക്കുമ്പോൾ, ഇതാണ് ഇവിടുത്തെ അഭികാരങ്ങൾ. ഈ അഭികാരങ്ങളെ ചൂടാക്കുമ്പോൾ എന്താണ്? കണികളുടെ ഗതികോർജം കൂടും. നമ്മളില്ല, ടെമ്പറേച്ചർ ചൂടാക്കുന്ന പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി അവിടെ കൂടും. അതായത് എന്താണ്? താപനില വർദ്ധിക്കുമ്പോൾ ത്രെഷോൾഡ് എനർജി കൈവരിച്ച കണികളുടെ എണ്ണം കൂടുന്നു. ത്രെഷോൾഡ് എനർജി കിട്ടും അല്ലെ? കൈനറ്റിക് എനർജി കൂടുന്ന പറയുമ്പോൾ എന്താണ്? ത്രെഷോൾഡ് എനർജി. ആ ത്രെഷോൾഡ് എനർജി കിട്ടിയ ഇതിന്റെ കണികളുടെ ഒക്കെ എണ്ണം അവിടെ കൂടും. അതിന്റെ ഫലമായിട്ട് അവിടെ കൂട്ടിമുട്ടലുകൾ, ത്രെഷോൾഡ് എനർജി നല്ലോണം കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് തമ്മിലുള്ള കണികൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കും അല്ലെ? എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യും. എഫക്റ്റീവ് കൊളീഷൻസ് ആണ് കേട്ടോ. ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുകയും രാസപ്രവർത്തനം അവിടെ വേഗത്തിലാവുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില. ക്ലിയർ ആക്കി മനസ്സിലാക്കട്ടെ. ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം കൂടും. അതായത് എന്താണ്? ത്രെഷോൾഡ് എനർജി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് എന്താണ്? എഫക്റ്റീവ് കൊളീഷൻ. നമ്മൾ പറഞ്ഞു എഫക്റ്റീവ് കൊളീഷൻ അല്ലെങ്കിൽ എന്താണ്? ഫലവത്തായ കൊളീഷൻ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. കൊളീഷൻ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? റേറ്റ് ഇല്ലെ, രാസപ്രവർത്തനത്തിന്റെ റേറ്റ്, അതായത് വേഗം ഇല്ലെ, രാസപ്രവർത്തനത്തിന്റെ വേഗത അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ കണക്ഷൻ. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നു. അതിന്റെ ഫലമായിട്ട് എഫക്റ്റീവ് കൊളീഷൻസ് അവിടെ ഇൻക്രീസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് രാസപ്രവർത്തന വേഗത, അതായത് റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഇത് കാണാൻ സാധിക്കും കേട്ടോ. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, വീട്ടിലൊക്കെ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാവ് ഉണ്ടാക്കി വെക്കുമല്ലോ. അത് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ വേഗത്തിൽ പുളിച്ചു പോകും. പക്ഷെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അധികം പുളിച്ചു പൊങ്ങിയില്ല. അപ്പം കൂടുതലായിട്ട് പുളിച്ചു പൊങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട്. അപ്പം നോർമൽ ടെമ്പറേച്ചർ അവിടെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ തണുപ്പ് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂട് കിട്ടും, നമ്മൾ അരച്ചു വെച്ചിട്ട് ചൂട് കിട്ടുന്ന സ്ഥലത്തൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ്, ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രിപ്പയർ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സോഡിയം തയോസൾഫേറ്റ് ഇൻ എ ബീക്കർ. ടേക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് ദിസ് സൊല്യൂഷൻ in 2 test tubes. Heat one of the test tubes for a short while. Pour an equal volume of dilute hydrochloric acid into both the test tube. Record your observations ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ബീക്കറിൽ സോഡിയം തയോസൾഫേറ്റിനെ നേർപ്പിച്ച ലായനി കേട്ടോ, സോഡിയം തയോസൾഫേറ്റിനെ നേർപ്പിച്ച ലായനി എടുക്കുക. എന്നിട്ട് എന്താണ്? ഈ ലായനി തുല്യ അളവിൽ 2 ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുക. സോഡിയം തയോസൾഫേറ്റ് എടുത്തിട്ട് തയ്യാറാക്കിയിട്ട് അത് തുല്യ അളവിൽ 2 ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കും. ഇവിടെ ഒരു കോണിക് ഫ്ലാസ്ക് ആണ്, 2 ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുക. എന്നിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിനെ അല്പസമയം ചൂടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 ടെസ്റ്റ് ട്യൂബിലും ഒരേ അളവിൽ നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുക. എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബിനെ ചൂടാക്കിയിട്ട് 2 ടെസ്റ്റ് ട്യൂബിലും ഒരേ അളവിൽ നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോഡിയം തയോസൾഫേറ്റ്, അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ്? സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്നുണ്ട്, വാട്ടർ ഉണ്ടാവുന്നുണ്ട്, സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ സൾഫറും അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഇതിലേക്ക് നമ്മൾ സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്തു, പിന്നെ അതിലേക്ക് HCl ആഡ് ചെയ്തു. മനസ്സിലായല്ലോ? ഇതിൽ ഒരു ടെസ്റ്റ് ട്യൂബ് നമ്മൾ ഇതുപോലെ തന്നെ ആഡ് ചെയ്തു. ഒരു ടെസ്റ്റ് ട്യൂബ് നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യാന്ന് വെച്ചു. ഇതിനെ ഹീറ്റ് ചെയ്തു. അപ്പൊ എന്താണ് സംഭവിച്ചത്? ആ ഹീറ്റ് ചെയ്ത് അതിലെന്താണ്? അവിടെ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, ഒരു യെല്ലോ മഞ്ഞ നിറത്തിലുള്ള ഒരു അവശിപ്തം ഉണ്ടാവുന്നതായിട്ട് കാണാം.
ക്ലിയർ ആയല്ലോ? ഈ ചൂടാക്കിയതിലാണ് പെട്ടെന്ന് അവക്ഷിപ്തം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രസിപ്പിറ്റേറ്റ്, അതായത് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വളരെ വേഗത്തിൽ ഇവിടെ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ എന്താണ്, ചൂടാക്കിയപ്പോ, ഹീറ്റ് കൊടുത്തപ്പോ അല്ലെ, ടെമ്പറേച്ചർ കൊടുത്തപ്പോ അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്തപ്പോ എന്താണ് സംഭവിച്ചത്? അവിടെ രാസപ്രവർത്തനത്തിന്റെ വേഗത അവിടെ കൂടുവാണ് ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ എന്താണ്, അവശിപ്തം എങ്ങനെയുള്ള അവശിപ്തമാണ് ഇവിടെ ഉള്ളത്? ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കേട്ടോ, യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, അതായത് അവശിപ്തം, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള അവക്ഷിപ്തമാണ് ഉണ്ടായത് കേട്ടോ. സൾഫർ ഡൈ ഓക്സൈഡ് അവിടെ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നത് വാട്ടറും സോഡിയം ക്ലോറൈഡും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു മഞ്ഞ നിറത്തിലുള്ള അവക്ഷിപ്തം ഉണ്ടാകുന്നുണ്ട്. അത് ഏതാണ്? സൾഫർ ആണ് കേട്ടോ. അപ്പൊ ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിലാണ് ആ മഞ്ഞ നിറത്തിലുള്ള അവക്ഷിപ്തം അവിടെ ഉണ്ടായത്. അപ്പൊ ഇവിടെ രാസപ്രവർത്തനത്തെ സ്വാധീനിച്ച ഘടകം ഏതാണ്? ടെമ്പറേച്ചർ ആണ്. മനസ്സിലായില്ലേ? ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്താണ്? താപനില. മനസ്സിലായത്? താപനിലയാണ് ഇവിടെ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിച്ച ഘടകം എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ദോശമാവിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അതാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ കാര്യം കേട്ടോ. ദോശയും ഇഡലിയും ഉണ്ടാക്കാനായി നമ്മൾ അരച്ചു വെക്കുന്ന മാവ് സാധാരണ താപനിലയിൽ വളരെ വേഗത്തിൽ പുളിച്ചു പൊങ്ങി വരുന്നത് കാണാനാവും. എന്നാൽ റെഫ്രിജറേറ്ററിലാണ് മാവ് സൂക്ഷിക്കുന്നതെങ്കിൽ പൊങ്ങി വരുന്നത് സാവധാനത്തിലായിരിക്കും. അതായത് ടെമ്പറേച്ചർ അല്ലെ, അവിടെ നിന്നാണ് ടെമ്പറേച്ചർ, താപനില കൂടുവാണ്. താപനില കൂടുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിലായിരിക്കുമ്പോൾ അത് പെട്ടെന്ന് പുളിച്ചു പൊങ്ങി വരും കേട്ടോ. അതുപോലെ തന്നെയാണ് മിന്നാമിനിങ്ങിന് കെമിലൂമിനസ് സ്വഭാവത്താൽ വെളിച്ചം പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് അറിയാം. ഇപ്രകാരം ചില രാസവസ്തുക്കൾ മിശ്രണം ചെയ്ത ലൈറ്റ് സ്റ്റിക്കുകൾക്കും വെളിച്ചം പുറപ്പെടുവിക്കാൻ കഴിയും. ഇത്തരം ലൈറ്റ് സ്റ്റിക്കുകൾക്ക് ഉയർന്ന താപനിലയിൽ തീവ്രതയുള്ള പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയും. മനസ്സിലായല്ലോ? അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് എന്താണ്, രാസപ്രവർത്തനത്തിന്റെ വേഗത അല്ലെ, രാസപ്രവർത്തനത്തിന്റെ വേഗത അവിടെ വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ ടെമ്പറേച്ചർ കൂടുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ ഉയർന്ന താപനിലയിൽ എന്താണ്, തീവ്രതയുള്ള പ്രകാശമൊക്കെ പുറപ്പെടുവിക്കുന്ന ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ രാസപ്രവർത്തനത്തിന്റെ വേഗത അവിടെ കൂടുമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് അടുത്തൊരു ഫാക്ടറാണ്. അതായത് രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഫാക്ടറാണ്, അതായത് എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്, ഉൾപ്രേരകങ്ങളുടെ സ്വാധീനം. ഉൾപ്രേരകം എന്താണ്? ഉൾപ്രേരകം അല്ലെങ്കിൽ ആ ഉൾപ്രേരകങ്ങളുടെ സ്വാധീനം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഉൾപ്രേരകം എന്ന് പറഞ്ഞത്. കൂടുതലായിട്ട് നമ്മൾ ഒരു രാസപ്രവർത്തനം നടക്കാൻ വേണ്ടി അതിലേക്ക് ആഡ് ചെയ്യുന്ന വസ്തുക്കളാണ് നമ്മൾ ഉൾപ്രേരകം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എക്സ്പെരിമെന്റ് നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഒരു ബോയിലിംഗ് ട്യൂബിൽ എടുക്കാനാണ് പറഞ്ഞത്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു അണുനാശിനിയാണ് കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു അണുനാശിനിയാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ സാനിറ്റൈസറിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ആ കോവിഡ് സമയത്തൊക്കെ സാനിറ്റൈസർ ഉപയോഗിക്കുമ്പോൾ അതിലൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ഉണ്ടായിരുന്നത് ഒരു എന്താണ്, അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ബോയിലിംഗ് ട്യൂബിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താണ്, ഒരു ചന്ദനത്തിരി, കത്തുന്ന ഒരു ചന്ദനത്തിരി നമ്മൾ അതിന്റെ വായ്ഭാഗത്തേക്ക് കൊണ്ടുവരുവാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന് സംഭവം എന്ന് പറഞ്ഞാൽ, ഹൈഡ്രജൻ പെറോക്സൈഡ് അവിടെ വിഘടനം സംഭവിക്കുന്നുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? H2O2 ആണ് കേട്ടോ. അത് വിഘടിക്കുന്നുണ്ട്. അത് വിഘടിച്ചിട്ട് വാട്ടറും അതുപോലെ തന്നെ ഓക്സിജനുമാണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അതായത് 2H2 ഇവിടെ 2 വരും കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ആ ബോയിലിംഗ് ട്യൂബിലേക്ക് അല്പം മാംഗനീസ് ഡയോക്സൈഡ് ചേർക്കുക. മാംഗനീസ് ഡയോക്സൈഡ് ചേർത്തിട്ട് ആ ചന്ദനത്തിരി ട്യൂബിനുള്ളിലേക്ക് കാണിക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ എരിയുന്നത് കാണാം. നല്ലതുപോലെ, അതായത് ചന്ദനത്തിരിയുടെ ജ്വലനം, അതായത് അതിന്റെ കത്തുന്ന വളരെ വേഗത്തിൽ കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഹൈഡ്രജൻ പെറോക്സൈഡ് അത് വിഘടിച്ചിട്ട് വാട്ടറും അതുപോലെ തന്നെ ഓക്സിജനുമായിട്ട് മാറുന്നുണ്ട്. അപ്പം കത്തുന്ന ചന്ദനത്തിരി നമ്മൾ അതിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് അത് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മാംഗനീസ് ഡയോക്സൈഡ് ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദനത്തിരി ആ ജ്വലനം കൂടുതലായിട്ട് ആയിരിക്കുന്നത് കാണാം. കൂടുതലായിട്ട് അത് ജ്വലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ എന്താണ് ആഡ് ചെയ്ത്? അതിന്റെ ജ്വലന വേഗം വർദ്ധിച്ചു ഇല്ല, അത് ജ്വലിക്കുന്നതിന്റെ വേഗം വർദ്ധിച്ചു. അതിന് കാരണം എന്താണ്? നമ്മളിവിടെ മാംഗനീസ് ഡയോക്സൈഡ് ഇവിടെ ആഡ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പൊ മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്തപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അതിന്റെ വിഘടന വേഗം, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിനുള്ള വിഘടിച്ചിങ്ങനെയായിട്ട് മാറുന്നുണ്ട്, വാട്ടറും അതുപോലെ ഓക്സിജനുമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് മാംഗനീസ് ഡയോക്സൈഡ് MnO2 മാംഗനീസ് ഡയോക്സൈഡും കൂടെ ആഡ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിന്റെ വിഘടിക്കുന്നതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗത അല്ലെങ്കിൽ റേറ്റ് അവിടെ കൂടുവാണ് ചെയ്തത്.
അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ സ്പീഡ് ഓഫ് കമ്പഷൻ ഓഫ് ദി ഇൻസെൻസ് സ്റ്റിക് ഹാസ് ഇൻക്രീസ്ഡ്. ദിസ് ഈസ് ബിക്കോസ് ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻക്രീസസ് ആൻഡ് മോർ ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഇല്ല, ഓക്സിജൻ ഇവിടെ നോർമലി റിലീസ് ചെയ്യുന്നുണ്ട്. നോർമലി ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചിട്ട് വാട്ടറും ഓക്സിജനും റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ മാംഗനീസ് ഡയോക്സൈഡും കൂടെ ആഡ് ചെയ്തപ്പോൾ അതിന്റെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗം വർദ്ധിച്ച് കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വരുന്നു. മനസ്സിലായി? ചന്ദനത്തിരി കൂടുതലായിട്ട് ജ്വലിക്കുന്നതിന് കാരണം എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗം അല്ലെ അത് വർദ്ധിച്ചിട്ട് എന്താണ് കൂടുതൽ ഓക്സിജൻ പുറത്തോട്ട് വരുന്നു. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗം വർദ്ധിപ്പിച്ചത് ആരാണ്? മാംഗനീസ് ഡയോക്സൈഡ് എന്നൊരു പദാർത്ഥമാണ്. മനസ്സിലായല്ലോ? ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ അതിന്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് എഴുതുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 അതിലേക്ക് നമ്മൾ എന്താണ് മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്തു. മാംഗനീസ് ഡയോക്സൈഡ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മാംഗനീസ് ഡയോക്സൈഡ് അതേപടി അവിടെ നിൽക്കും. അതുപോലെ തന്നെ ഓക്സിജൻ കൂടുതലായിട്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ എന്താണ് വാട്ടറും ഇല്ല ജലവുമാണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പം മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്യാതെ ഇരുന്നപ്പോഴും നോർമലി അവിടെ ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ ഉണ്ടാകുന്ന ഓക്സിജന്റെ അളവ് ഇല്ലേ ഓക്സിജൻ കൂടുതലായിട്ട് അവിടെ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ ഓക്സിജൻ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് അതിന്റെ ജ്വലന വേഗം വർദ്ധിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. മനസ്സിലല്ലോ? അപ്പം ഈ പ്രൊഡക്റ്റിൽ ഈ മാംഗനീസ് ഡയോക്സൈഡ് അതേപടി ഞാൻ കിടക്കും. മാംഗനീസ് ഡയോക്സൈഡിന് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതായത് അതിനെ നമ്മൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടല്ലോ ഈ ഉണ്ടായ വസ്തുവിനെ നമ്മൾ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഉൽപ്പന്നം നമ്മൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാംഗനീസ് ഡയോക്സൈഡ് അവിടെ കിടക്കുന്നതാണ്. അത് മാംഗനീസ് ഡയോക്സൈഡിന് വേറെ മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. അതിന്റെ അളവിലോ ഗുണത്തിലോ ഒന്നും മാറ്റം ഉണ്ടായിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായി? അപ്പൊ ഈ മാംഗനീസ് ഡയോക്സൈഡ് എന്താണ് പ്രത്യേകിച്ച് രാസമാറ്റം ഒന്നും ഉണ്ടാവുന്നില്ല മാംഗനീസ് ഡയോക്സൈഡിന്. പക്ഷെ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? രാസപ്രവർത്തനത്തിന്റെ വേഗതയെ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. മനസ്സിലായി? അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം? കാറ്റലിസ്റ്റ്. ഈ മാംഗനീസ് ഡയോക്സൈഡ് ഒരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഉൽപ്രേരകമായി വർത്തിക്കുന്നു എന്ന് പറയാം. ഉൽപ്രേരകം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം രാസമാറ്റത്തിനൊന്നും വിധേയമാവുന്നില്ല. ഇപ്പൊ മാംഗനീസ് ഡയോക്സൈഡ് അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ അവിടെ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷന് വ്യത്യാസം വന്നിട്ടുണ്ടോ? ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്സിജൻ നോർമലി ഉണ്ടാകുന്ന രീതി തന്നെ ഓക്സിജനും ജലവും തന്നെയാണ് അവിടെ ഉണ്ടായത്. കൂടുതലായിട്ട് ഓക്സിജൻ ഉണ്ടായി. പക്ഷെ മാംഗനീസ് ഡയോക്സൈഡിന്റെ ഗുണത്തിലോ രൂപത്തിലോ അങ്ങനെ എന്തെങ്കിലും അളവിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ മാംഗനീസ് ഡയോക്സൈഡിനോട് എന്താണ് രാസപ്രവർത്തനത്തിനൊന്നും അല്ലെങ്കിൽ രാസമാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. മനസ്സിലാവും? അപ്പം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുകയാണ് എന്ത് ചെയ്തത്? ഈ മാംഗനീസ് ഡയോക്സൈഡ് ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് പറയാം? കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകം എന്ന് പറയാം. മനസ്സിലായില്ല? അപ്പം ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചു ഇല്ലേ? ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചതിൽ എന്താണ് അവിടെ ഉൽപ്രേരകമായിട്ട് ആക്ട് ചെയ്തത്? മാംഗനീസ് ഡയോക്സൈഡ്. മനസ്സിലായില്ല? അപ്പൊ വിഘടന വേഗം കൂട്ടാൻ സാധിച്ചത് ആരാണ്? മാംഗനീസ് ഡയോക്സൈഡ് ആണ്. ആ മാംഗനീസ് ഡയോക്സൈഡിന് പ്രത്യേകിച്ച് രാസമാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ രാസമാറ്റങ്ങളൊന്നും സംഭവിക്കാതെ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് പറയാം? കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകം എന്ന് പറയാം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ എന്താണ്? സബ്സ്റ്റൻസ് ദാറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ദംസെൽസ് അണ്ടർഗോയിങ് എനി പെർമനന്റ് കെമിക്കൽ ചേഞ്ച് ആർ കോൾഡ് കാറ്റലിസ്റ്റ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ. അതായത് സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാകാതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉൽപ്രേരകങ്ങൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മാംഗനീസ് ഡയോക്സൈഡിന് അതിന്റെ ഗുണത്തിലോ അല്ലെങ്കിൽ എന്താണ് അളവിലോ വ്യത്യാസം വല്ലതും വരുന്നില്ല. ഒരു വ്യത്യാസവും വരുന്നില്ല. അത് വ്യത്യാസമൊന്നും വരാതെ തന്നെ രാസപ്രവർത്തന വേഗതയെ വേഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ മാംഗനീസ് ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് ദ എന്താണ് കാറ്റലിസ്റ്റ് ഇൻ ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനത്തിൽ മാംഗനീസ് ഡയോക്സൈഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു ഉൽപ്രേരകമായിട്ടാണ് അവിടെ ആക്ട് ചെയ്തത്. മനസ്സിലായല്ലോ? അതായത് ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. അപ്പൊ എന്താണ് രാസപ്രവർത്തനത്തിന്റെ വേഗതയെ വർദ്ധിപ്പിക്കാൻ, രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാൻ വേണ്ടി നമ്മൾ ഉൽപ്രേരകങ്ങൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നല്ലോ? അപ്പം കാറ്റലിസ്റ്റുകൾ ആഡ് ചെയ്താൽ എന്താണ് രാസപ്രവർത്തനത്തിന്റെ വേഗത അവിടെ വർദ്ധിക്കും. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷന് സഹായിച്ച ഉൽപ്രേരകം ഏതാണ്? മാംഗനീസ് ഡയോക്സൈഡ് ആണ്. ക്ലിയർ ആയല്ലോ?
അപ്പൊ അങ്ങനെയുള്ള ഉൽപ്രേരകങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അമോണിയ നമ്മൾ വ്യാവസായികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴിയാണ്. അത് നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ വരുമ്പോൾ പഠിക്കാനുണ്ട്. അപ്പൊ ഈ അമോണിയ ഒക്കെ നമ്മൾ എന്താണ് ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടാണ് വ്യാവസായികമായിട്ട് അമോണിയ ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അവിടെ ഉൽപ്രേരകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അയൺ, സ്പോഞ്ചി അയൺ എന്ന് പറഞ്ഞൊരു അയണാണ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ അയൺ ഉപയോഗിച്ചിട്ട് അയൺ അവിടെ ഉൽപ്രേരകമായിട്ട് അവിടെ ആക്ട് ചെയ്യുവാണ്. അപ്പം അതിന്റെ ഫലമായിട്ട് അതിന്റെ വ്യത്യാസം ഉപയോഗിക്കുന്ന ഉൽപ്രേരകം അല്ലെങ്കിൽ ഈ കാറ്റലിസ്റ്റ് ഇതുണ്ടല്ലോ, ഇതിന് അവിടെ രാസമാറ്റമൊന്നും സംഭവിക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ഉൽപ്രേരകമായിട്ട് ആക്ട് ചെയ്ത അവിടെ പ്രൊഡക്റ്റ് ഉണ്ട്. രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാൻ വേണ്ടിയാണ് അവിടെ ആ ഉൽപ്രേരകം ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ്, വ്യാവസായികമായിട്ട് സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതൊരു കോണ്ടാക്ട് പ്രോസസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴിയാണ് കേട്ടോ. സമ്പർക്ക പ്രക്രിയ എന്നൊക്കെ പറയും. കോണ്ടാക്ട് പ്രോസസ്സ് അല്ലെങ്കിൽ എന്താണ് സമ്പർക്ക പ്രക്രിയ, അതൊക്കെ വ്യാവസായികമായിട്ട് നമ്മൾ ചെറിയ അളവിലല്ലോ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ V2O5 എന്ന് പറഞ്ഞിരിക്കുന്ന ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ, രാസപ്രവർത്തനത്തിന്റെ വേഗതയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി. അതെന്ന് പറഞ്ഞാൽ V2O5 എന്ന് വെച്ചാൽ വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയും കേട്ടോ. വനേഡിയം പെന്റോക്സൈഡ് മനസ്സിലാക്കിയിരുന്നോളൂ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത വർഷം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്, ഹയർ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ പഠിക്കാണ്ട് കേട്ടോ. വനേഡിയം പെന്റോക്സൈഡ് ആണ് കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ വഴി സൾഫ്യൂരിക് ആസിഡ് നമ്മൾ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് വനേഡിയം പെന്റോക്സൈഡ് ആണ്. അപ്പൊ പല രാസപ്രവർത്തനങ്ങളിലും വ്യവസായമായിട്ടോ അല്ലെങ്കിൽ പല രാസപ്രവർത്തനങ്ങളും അതിന്റെ വേഗതയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? കാറ്റലിസ്റ്റ് അല്ലെ, കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകങ്ങൾ, കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പം രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ് രാസപ്രവർത്തനത്തിന്റെ വേഗതയെ അല്ലെ, രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന, വേഗത കൂട്ടാൻ അല്ലെങ്കിൽ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നേച്ചർ പഠിച്ചു, സ്വഭാവം പഠിച്ചു. അതുപോലെ എന്താണ്? കോൺസെൻട്രേഷൻ, ഗാഢത പഠിച്ചു. സർഫസ് ഏരിയ പഠിച്ചു, പ്രതല പരപ്പളവ് പഠിച്ചു. പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്? ടെമ്പറേച്ചർ ഉണ്ട്, ടെമ്പറേച്ചർ താപനിലയുണ്ട്. അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യം, അതും എന്താണ്? രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ സെക്ഷൻ ആണ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത്. രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നേച്ചർ, കോൺസെൻട്രേഷൻ അല്ലെ, സർഫസ് ഏരിയ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇല്ലേ, ദെൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഇത്രയും ഘടകങ്ങളാണ് രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചോണം. സ്വഭാവം, ഗാഢത, പ്രതല പരപ്പളവ്, താപനില, അതുപോലെ തന്നെ ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓരോരോ സെക്ഷൻസും നിങ്ങൾ മനസ്സിലാക്കി, എക്സാമ്പിൾ ഒക്കെ വെച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കട്ടെ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാവുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് കൺസെപ്റ്റ് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഒരു ചാപ്റ്റർ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കിച്ചണിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലേ. കിച്ചണിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. രാസപ്രവർത്തനത്തിന്റെ വേഗത, ഞാൻ പറഞ്ഞില്ലേ മാവ് പുളിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ അതൊക്കെ കിച്ചണിൽ നടക്കുന്ന കാര്യമല്ലേ. അപ്പൊ തണുപ്പ് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂട്, അപ്പൊ അതൊക്കെ കിച്ചണിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം അതൊക്കെ എന്താണ്? രാസപ്രവർത്തനമാണ്. നമ്മുടെ വീടുകളിൽ തന്നെ ഇതുപോലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. അവിടെയാണ് നമ്മൾ പഠിച്ചു എന്ന് പറയുന്നത്. അല്ലാതെ കാണാതെ പഠിക്കാന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല പല കാര്യങ്ങളും കാണുമ്പോൾ ഇത് ഇന്നതാണെന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചോളുക. ഇതാ നോക്കുക, ഉൽപ്രേരണങ്ങൾ പ്രകൃതിയിൽ, ഉൽപ്രേരണങ്ങൾ കാറ്റലിസിസ് പ്രകൃതിയിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അത് നോക്കുക. എന്ന് ഞാൻ പറഞ്ഞില്ല, നമുക്ക് എല്ലാം കാണാൻ സാധിക്കും. മെനി കാറ്റലിറ്റിക് പ്രോസസ് ഒക്കേഴ്സ് ഇൻ നേച്ചർ. ഇൻ എവരി ലിവിംഗ് സെൽ thousands of chemical reactions occurs at normal temperature and pressure. These chemical reactions are accelerated by protein molecules known as enzymes, and hence they are catalysts. For example, amylase found in saliva is an enzyme that converts starch into maltose.
നമുക്ക് ഒരുപാട് ഉൽപ്രേരണ പ്രക്രിയ നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിക്കുന്നതാണ് അതിൽ. അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാറ്റലിസ്റ്റ് ഉണ്ടല്ലോ, ഈ കാറ്റലിസ്റ്റ് ഒക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ജീവനുള്ള ഓരോ കോശത്തിലും ആയിരക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ സാധാരണ താപനിലയിലും മർദ്ദത്തിലും സംഭവിക്കുന്നു അല്ലെ? ജീവനുള്ള എല്ലാത്തിലും നടക്കുമല്ലോ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യുന്നു, അവിടെയും കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത് അല്ലെ? എന്താ നോക്കുക, ഈ രാസപ്രവർത്തന വേഗത്തെ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ തന്മാത്രകൾ ത്വരിതപ്പെടുത്തുന്നതിനാൽ അവ ഉൽപ്രേരണങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ഡൈജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഉണ്ട് ഈ അതിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. ഇതേ നോക്കുക, എൻസൈമുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ തന്മാത്രകൾ ത്വരിതപ്പെടുത്തുന്നതിന് അവ ഉൽപ്രേരണങ്ങളാണ്. ഉദാഹരണമായി ഇതാ നോക്കുക, ഉമിനീരിൽ കാണപ്പെടുന്ന അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ്. നമ്മൾ ഉമിനീരുണ്ടല്ലോ, ഉമിനീരിലെ അമിലേസ് എന്ന് പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് അത് എന്താണ്, അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഒരു എൻസൈമാണ്. മനസ്സിലാവും? അപ്പൊ ഇതൊക്കെ എന്താണ്, ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മുടെ പ്രകൃതിയിലും നമ്മുടെ ഉള്ളിലും ഒക്കെ എന്തുണ്ട്, പ്രേരകങ്ങൾ അല്ലെങ്കിൽ എന്താണ്, കാറ്റലിസ്റ്റുകളുണ്ട്. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇത് പഠിച്ചത്? രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പൊ ഏതൊക്കെ ഘടകങ്ങളുണ്ട്? നേച്ചർ നമ്മൾ പഠിച്ചു. നേച്ചർ അതായത് സ്വഭാവമുണ്ട്. പിന്നെന്താണ്, കോൺസെൻട്രേഷൻ അല്ലെ? കോൺസെൻട്രേഷൻ അതായത് ഗാഢത, കോൺസെൻട്രേഷൻ ഗാഢതയുണ്ട്. പിന്നെന്താണ്, സർഫസ് ഏരിയ ഇല്ലേ? സർഫസ് ഏരിയ നമ്മൾ കണ്ടു, അതായത് പ്രതല പരപ്പളവ്. പിന്നെന്താണ് നമ്മളിപ്പോ പഠിച്ചത്? ടെമ്പറേച്ചർ അല്ലെ? ടെമ്പറേച്ചർ അതായത് താപനില. ടെമ്പറേച്ചർ താപനിലയുണ്ട്. പിന്നെന്താണ്, കാറ്റലിസ്റ്റ് അല്ലെ? ഉൽപ്രേരകങ്ങൾ. അതും മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോർഷൻസും അതുപോലെ ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്നുകൂടെ ബാക്ക് അടിച്ച് പോയി കാണുക കേട്ടോ. ഓരോരോ സെക്ഷൻസും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പം അങ്ങനെ പഠിച്ചു പോകുക കേട്ടോ. വെറുതെ കണ്ടുപോകാതെ ഓടിച്ച് വെറുതെ 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ ശ്രമിക്കാതെ ഓരോരോ പോർഷൻസും കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് ധാരാളം മതിയാവും. അപ്പൊ ആ രീതിയിൽ പഠിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതിൻ്റെ അകത്തുള്ള നമ്മുടെ ലെറ്റസ് എസ് ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അപ്പൊ ലെറ്റസ് എസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സുകൾ ഇടുമ്പോൾ വീഡിയോസ് ഇടുമ്പോൾ മനസ്സിലാകാതെ വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ചാപ്റ്റർ നല്ലോണം പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ വിലയിരുത്താം ക്വസ്റ്റ്യൻസ് ലെറ്റസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്